എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ യൂണിറ്റ് 1 മൂന്നാമത്തെ ചാപ്റ്റർ APJ അബ്ദുൽ കലാമിൻ്റെ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന പാഠഭാഗത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ അതിനോടനുബന്ധിച്ചുള്ള ആക്ടിവിറ്റീസും ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഇന്നും അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ഓണം എക്സാമിനൊക്കെ അത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കലാം സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ ഓൺ ഹിസ് ട്രാവൽസ് അബ്രോഡ്? ഓക്കെ, വിദേശ യാത്രകളിൽ ഇന്ത്യയിലെ വാർത്തകൾ എങ്ങനെയായിരുന്നു അറിഞ്ഞിരുന്നതെന്ന്. കലാം സ്റ്റേഡ് ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് എഡിറ്റോറിയൽസ് ഇൻ മാഗസിൻസ് ആൻഡ് പേപ്പേഴ്സ്. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് വായിച്ചിരുന്നത്. നെക്സ്റ്റ്, മെൻഷൻ എ ഫ്യൂ പീപ്പിൾ ഹൂ ഇൻഫ്ലുവൻസ്ഡ് കലാംസ് ഏർലി ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 ആൾക്കാരെ കുറിച്ചാണ് നമ്മളിതിൽ വായിച്ചത്. 2 പീപ്പിൾ ഹൂ ഇൻഫ്ലുവൻസ്ഡ് കലാംസ് ഏർലി ലൈഫ് വർ ജലാലുദ്ദീൻ ആൻഡ് ഷംസുദ്ദീൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദ എഫക്റ്റ് ഓഫ് ദ സാങ്ഷൻസ് ഓൺ കലാംസ് ഫാമിലി? ഹൗ ഡിഡ് ദ ഫാമിലി കോപ്പ് വിത്ത് ദിസ്? അതായത് സെക്കൻഡ് വേൾഡ് വാർ വന്നു, അപ്പം കുറച്ച് സാങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഉപരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് കലാമിൻ്റെ കുടുംബത്തെ എങ്ങനെയായിരുന്നു ബാധിച്ചിരുന്നത്, അതെങ്ങനെയാണ് അവർ ഓവർകം ചെയ്തത്, അതിജീവിച്ചത്? The sanctions made it difficult for Kalam's family to access basic necessities like food and clothing. The women in the family had to compromise on their food portion to ensure the children are well fed. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഭക്ഷണം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അമ്മയുടെയും മുത്തശ്ശിയുടെയും പ്ലേറ്റിലുള്ള ഫുഡിൻ്റെ അളവ് കുറഞ്ഞു വരിക എന്നൊക്കെ നമ്മൾ ആ പാഠഭാഗത്തിൽ വായിച്ചു. അപ്പോൾ ആ ഒരു ബേസിക് നെസസിറ്റീസ് ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്തിന് അതിനൊക്കെ കുറച്ച് ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടു. ഹൗ ഡിഡ് ദ ഫാമിലി കോപ്പ് വിത്ത് ദിസ്? അവരെങ്ങനെയാണ് ഇത് അതിജീവിച്ചത്? ദ ഫാമിലി ഫൗണ്ട് ആൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് സപ്പോർട്ട് ആൻഡ് കലാംസ് കസിൻ ഷംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രപ്പോസൽ ഫോർ കലാം ടു ഹെൽപ്പ് കളക്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ന്യൂസ് പേപ്പേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം. അപ്പോൾ ആര് വരികയാണ്? കലാമിൻ്റെ കസിനായ ഷംസുദ്ദീൻ വരികയാണ്. അദ്ദേഹം ഒരു പ്രപ്പോസലായിട്ടാണ് വന്നത്. ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അങ്ങനെ ഹൗസ് ഹോൾഡ് വരുമാനത്തിലേക്ക് ഒരു പങ്ക് വഹിക്കാനും കലാമിന് സാധിച്ചു. വൈ ഡസ് യങ് കലാം സേ മൈ എന്തൂസിയാസം ന്യൂ നോ ബൗണ്ട്സ്? എന്തുകൊണ്ടാണ് കലാം പറയുന്നത് എൻ്റെ ആവേശത്തിന് അതിരുകളില്ലായിരുന്നു? മൈ എന്തൂസിയാസം ന്യൂ നോ ബൗണ്ട്സ്. എന്തുകൊണ്ടാണ്? യങ് കലാം സെഡ് ദിസ് ബിക്കോസ് ഹി വാസ് എക്സൈറ്റഡ്. അദ്ദേഹത്തിന് അതീവ സന്തോഷമായിരുന്നു. ആൻഡ് ത്രിൽഡ് ടു ടേക്ക് ഓൺ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് കളക്ടിങ് ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ദം, ഫീലിംഗ് ലൈക്ക് ഹി വാസ് കോൺട്രിബ്യൂട്ടിങ് ടു ഹിസ് ഫാമിലി. അപ്പോൾ ഫാമിലിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ എന്നോർത്ത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ജോലി സ്വീകരിക്കാനും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, What was the condition posed by the mathematics teacher and how did it impact Kalam's daily schedule? അപ്പോൾ മാത്സ് ടീച്ചർ എന്തായിരുന്നു നിബന്ധന വെച്ചത്? അത് കലാമിൻ്റെ ഡെയിലി റൂട്ടിനെ എങ്ങനെ ബാധിച്ചു? ദ മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് കണ്ടീഷൻ വാസ് ദാറ്റ് സ്റ്റുഡൻസ് നീഡഡ് ടു റീച്ച് ഹിസ് ഹോം അറ്റ് ഡോൺ ആഫ്റ്റർ ഹാവിങ് ടേക്കൺ ബാത്ത്. അത് രാവിലെ തന്നെ കുളിച്ചിട്ട് പുലർച്ചെ വരണം എന്നാണ് ടീച്ചർ പറഞ്ഞിരുന്നത്. ദിസ് ഇമ്പാക്റ്റഡ് കലാംസ് ഡെയിലി റൂട്ടീൻ റിക്വയറിംഗ് ഹിം ടു വേക്ക് അപ്പ് ഏർലി വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഫോർ ഹിസ് മാത്സ് ട്യൂഷൻ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ എഴുന്നേൽക്കണം, എന്നാലേ മാത്സ് ട്യൂഷന് പോകാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കലാം ഗോ അബൌട്ട് ദ വർക്ക് ഓഫ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ? കലാം എങ്ങനെയാണ് പത്രവിതരണം ജോലി ചെയ്തിരുന്നത്? ഓക്കെ, കലാംസ് ഡെയിലി റൂട്ടീൻ ഇൻക്ലൂഡഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ന്യൂസ് പേപ്പർ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ന്യൂസ് പേപ്പർ വിച്ച് ഇൻവോൾവ്ഡ് കാച്ചിങ് ബണ്ടിൽസ് ഡ്രോൺ ഫ്രം ട്രെയിൻസ്. അതിലെന്തെല്ലാം ഉണ്ട്? ട്രെയിനിൽ നിന്ന് എറിയുന്ന ബണ്ടിൽസ് പിടിക്കണം. ഡെലിവറിങ് ദം ടു കസ്റ്റമേഴ്സിന് അത് കൊടുക്കണം. ആൻഡ് കളക്ടിങ് പേയ്മെൻറ്റ്സ് ഇൻ ദ ഈവനിങ്. എന്നിട്ട് ഈവനിങ്ങിൽ പേയ്മെൻറ്റ് കളക്ട് ചെയ്യണം. He would then head home for breakfast before attending a school and revisit customers in the evening to collect dues.
ഇതൊക്കെ ചെയ്ത് രാവിലെ ഇതൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ആഫ്റ്റർ സ്കൂള് പിന്നെ ഈ റീവിസിറ്റ് ചെയ്യും ഈ കസ്റ്റമേഴ്സിനെയൊക്കെ പൈസ പെൻഡിങ് ഉള്ളവരുടെ അടുത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇനി 7th ക്വസ്റ്റ്യൻ, ന്യൂസ് പേപ്പർ ഓപ്പൺഡ് അപ്പ് ന്യൂ വേർഡ്സ് ഫോർ യങ് കലാം, ഡു യു അഗ്രി, ഗിവ് റീസൺ. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ എന്ന ഈ ഒരു ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷന് കലാമിന് ഒരുപാട് പുതിയ ലോകങ്ങൾ തുറന്നു കൊടുത്തു. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. യെസ്, ന്യൂസ് പേപ്പർ ഇൻട്രൊഡ്യൂസ്ഡ് കലാം ടു ദ ലാർജർ വേൾഡ് ബിയോണ്ട് രാമേശ്വരം. രാമേശ്വരത്തിന് പുറത്തുള്ളൊരു ലോകത്തേക്കാണ് ഈ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷൻ അദ്ദേഹത്തെ നയിച്ചത്. എക്സ്പോസിങ് ഹിം ടു ന്യൂസ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, പ്രധാനപ്പെട്ട ആൾക്കാരെ കുറിച്ചും, അതായത് അതിൽ പറയുന്നുണ്ടല്ലോ ലീഡേഴ്സ് ലൈക്ക് ഗാന്ധിജി, നെഹ്റു, അങ്ങനെയൊക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റിയത് ഈ ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. കലാം സേസ് ഹി ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ ഇൻ എ ഇയർ. വാട്ട് ഡസ് ദിസ് സജസ്റ്റ്? കലാം പറയുന്നുണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഉയരം വെച്ചു, പക്ഷെ നിറം മാറി. അതെന്തുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഇറ്റ് സജസ്റ്റ് കലാം ഗ്രൂ ഫിസിക്കലി ഗ്രോ ചെയ്തു ആൻഡ് ഡെവലപ്ഡ് എ ടാൻ ഫ്രം ഇംഗ്ലീഷ് ഔട്ട്ഡോർ ആക്ടിവിറ്റി ആൻഡ് ഫിസിക്കൽ വർക്ക്. അപ്പം പുറത്താണല്ലോ, പുറത്തുള്ള ആക്ടിവിറ്റി കൊണ്ട് കുറച്ചുകൂടി നിറം മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യന് ആകെ 9 ചോദ്യങ്ങളേ ഉള്ളൂ. 9ാമത്തെ ചോദ്യം എന്താണ്? ഹൗ വാസ് കലാം ഏബിൾ ടു ഇഗ്നോർ ദ ഇൻറ്റൻസ് ടയർഡ്നെസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഡേ? ഓരോ ദിവസം കഴിയുന്തോറും കഠിനമായ ക്ഷീണമുണ്ട്, അത് അവഗണിക്കാൻ എങ്ങനെയാണ് കൊച്ചു കലാമിന് കഴിഞ്ഞത്? Kalam was able to ignore the intense tiredness because he knew his earnings were helping his family. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഏർണിങ്സ്, അദ്ദേഹത്തിൻ്റെ വരുമാനം ആ കുടുംബത്തെ സഹായിക്കുന്നുണ്ട് എന്ന്. ആൻഡ് ഹി ഫെൽറ്റ് പ്രൗഡ് ഓഫ് ടേക്കിംഗ് ഓൺ ദ റോൾ ഓഫ് എ വർക്കിംഗ് മാൻ അറ്റ് എ യങ് ഏജ്. ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ജോലിക്കാരൻ്റെ വേഷം അണിയുന്നതിന് വളരെയധികം പ്രൗഡായിരുന്നു. ദിസ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഈ ഒരു റെസ്പോൺസിബിലിറ്റി ആൻഡ് കോൺട്രിബ്യൂഷൻ ടു ഹിസ് ഫാമിലീസ് well-being motivated him and kept him going despite the exhaustion എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം. ഈ ക്ഷീണം ഉണ്ടെങ്കിലും ആ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്ത ബോധവും, അതേപോലെ തന്നെ തൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നതും ആ ക്ഷീണത്തെയൊക്കെ മറികടക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇനി ലെറ്റസ് റിവൈൻഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുമ്പ് നമുക്കൊരു സമ്മറി നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സമ്മറി നോക്കാം. APJ അബ്ദുൽ കലാംസ് ഏർലി ലൈഫ് എക്സ്പീരിയൻസ് ഇൻക്ലൂഡിംഗ് ഡെലിവറിംഗ് ന്യൂസ് പേപ്പർ ഡ്യൂറിംഗ് വേൾഡ് വാർ സെക്കൻഡ് ഷേപ്ഡ് ഹിസ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് വർക്ക് എത്നിക്. വിത്ത് ഹിസ് കസിൻ ഷംസുദ്ദീൻസ് ഗൈഡൻസ്, കലാം കളക്ടഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ന്യൂസ് പേപ്പർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഹിസ് ഫാമിലീസ് ഇൻകം. Despite the challenges, Kalam balanced his work and studies, developing time management skills and a sense of pride in his distribution. His experience during this time instilled in him a strong work ethic and motivation. ഇനി നമുക്ക് ഈ പാസേജിലൂടെ കടന്നു പോയിട്ട് നോക്കാം. What motivated Abdul Kalam to take on the newspaper delivery? To satisfy his desire for adventure, to fulfill a school requirement, to impress his friends, to help and support his family. അപ്പോൾ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം അല്ലേ? ഫാമിലീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ, വാട്ട് ഡു യു തിങ്ക് വാസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് Abdul Kalam faced as a newspaper delivery boy? First one, the need to balance work and learning, ill health, dissatisfied customers, lack of transportation. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ് അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ? ഡെലിവറി ബോയ് ആയപ്പോൾ ഉള്ള സ്ട്രഗിൾ, ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്തായിരുന്നു? പഠനവും ജോലിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, അതായിരുന്നു ഭയങ്കര വിഷമം. വാട്ട് വാസ് ദ മേജർ ഇഫക്റ്റ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ് ഓൺ കലാംസ് ഫാമിലി? ദേ ലിവ്ഡ് ഇൻ ഫിയർ, ദേ ലോസ്റ്റ് ദിയർ ഹൗസ്, ദേ ഹാഡ് ടു റേഷൻ ഫുഡ്, ദേ ലിവ്ഡ് ഇൻ എ റിലീഫ് ഷെൽട്ടർ. ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഹാഡ് ടു റേഷൻ ഫുഡ്. ഓക്കെ, what important skill did Kalam develop by newspaper delivery? ഈ ന്യൂസ്പേപ്പർ ഡെലിവറിലൂടെ അദ്ദേഹത്തിന് എന്ത് സ്കില്ലാണ് വന്നത്? സൈക്ലിംഗ്, ടെക്നിക്കൽ സ്കിൽ,
ടൈം മാനേജ്മെൻറ്റ് റീഡിങ് സ്കില്ല്. അപ്പോൾ ശരിയായ ഉത്തരം എന്താണ്? ടൈം മാനേജ്മെൻ്റ് ആണ്. അതായത് പഠനവും കൊണ്ടുപോകണം, ട്യൂഷന് പോകണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകണം, തിരിച്ച് വന്ന് സ്കൂളിൽ നിന്ന് ഡ്യൂസൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ടൈം മാനേജ്മെൻ്റ് ആണ് എന്ന സ്കില്ലാണ് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ലഭിച്ചത്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഡിഡ് കലാംസ് മദർ ഡു ടു സപ്പോർട്ട് ഹിം ഇൻ ഹിസ് ഡെയിലി റൂട്ടീൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെയിലി റൂട്ടീന് അമ്മ എന്താണ് എങ്ങനെയൊക്കെയായിരുന്നു ഹെൽപ്പ് ചെയ്തിരുന്നതെന്ന്. ഓക്കെ, കലാംസ് മദർ സപ്പോർട്ടഡ് ഹിം ബൈ വേക്കിംഗ് അപ്പ് ഏർലി. നേരത്തെ എണീപ്പിക്കും, പ്രിപ്പയറിങ് ഹിസ് ബാത്ത്, കുളിക്കാൻ സഹായിക്കും, ഹെൽപ്പിംഗ് ഹിം ബാത്ത് ആൻഡ് എൻഷറിങ് ഹി എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ സെൻഡിങ് ഹിം ഓഫ് ടു ദ സ്കൂൾ. ഓക്കെ, ഇനി അടുത്തത്, കലാം ബാലൻസ്ഡ് ഹിസ് വർക്ക് ആൻഡ് സ്കൂൾ, പ്ലേയിങ് ഹിസ് പാർട്ട് in a way that truly mattered. What is the opinion on children involving into responsible members of the family? എന്താണ് ഇങ്ങനത്തെ കുട്ടികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? This shows that children can develop a sense of responsibility and contribute to their family's well-being, which can be beneficial for their growth and development. അപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഫാമിലിയുടെ ഇംഗത്തിലേക്ക് എന്തെങ്കിലും ചെറിയ സംഭാവനകൾ നൽകാനും അത് അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും സഹായിക്കും എന്നാണ് നമുക്ക് പറയുന്നത്. Recall and recreate. Activity 1 ആണ്. Young Kalam has had a difficult time collecting newspaper bundles at Rameshwaram station since the trains didn't stop there. അപ്പോൾ രാമേശ്വരം സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്താണ്ടായപ്പോഴാണ് നമ്മുടെ കലാമിന് ആ ഡ്യൂട്ടി വന്നത്. അതർ റെസിഡൻസ് ഓഫ് ദ വില്ലേജ് ടു ഫൗണ്ട് ഇൻകൺവീനിയൻറ്റ്. ഇമാജിൻ ദാറ്റ് യങ് കലാം ടേക്സ് ദ ഇനീഷ്യേറ്റീവ് ടു റൈറ്റ് എ ലെറ്റർ ടു ഡിവിഷണൽ മാനേജർ സദേൺ റെയിൽവേ റിക്വസ്റ്റിംഗ് ദം ടു റീഇൻസ്റ്റേറ്റ് ദ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. അപ്പോൾ രാമേശ്വരം സ്റ്റേഷനിൽ ആ ഒരു ആ സ്റ്റേഷൻ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെൻറ്റേഴ്സ് അഡ്രസ്സ് വേണം. അപ്പോൾ രാമേശ്വരം സ്കൂൾ തമിഴ്നാട് എന്ന് എഴുതി. പിന്നെ നമ്മൾ ഡേറ്റ് വേണം, റെസിപ്പിയൻറ്റ് അഡ്രസ്സ് ദ ഡിവിഷണൽ മാനേജർ സദേൺ റെയിൽവേ. ആർക്കാണോ നമ്മൾ റെയിൽവേനാണ് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്, അപ്പോൾ ഡിവിഷണൽ മാനേജർ സദേൺ റെയിൽവേ. പിന്നെ സാല്യൂട്ടേഷൻ വേണം, ഡിയർ സാർ ഓർ മാഡം. പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതാം. സബ്ജക്റ്റ് എന്താണ്? റിക്വസ്റ്റ് ടു റീഇൻസ്റ്റേറ്റ് ദ ട്രെയിൻ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഒരു ഒഫീഷ്യൽ ലെറ്ററാണ്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയക്കുന്ന പോലെയുള്ള ലെറ്ററല്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ലെറ്റർ അയക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സെൻറ്റേഴ്സ് അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം, റെസിപ്പിയൻ്റ് അഡ്രസ്സ് വേണം, സല്യൂട്ടേഷൻ വേണം, പിന്നെ സബ്ജക്റ്റ് വേണം, പിന്നെ ഇൻട്രൊഡക്ഷൻ വേണം. എന്താണ് എഴുതിയത്? ഐ റൈറ്റ് ദിസ് ലെറ്റർ ടു ബ്രിങ് യുവർ കൈൻഡ് അറ്റൻഷൻ an important matter regarding the railway services in our region. As you may be aware, Rameshwaram is a small historical town rich in cultural heritage. The absence of a train stop at our station is a concern for many residents, as it limits our access to essential goods, services and our travel. A train stop would greatly help the people of Rameshwaram, allowing us to engage actively with the neighboring towns and cities. ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ സ്റ്റേഷൻ നിർത്തിയത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും അതേപോലെ ഗുഡ്സ് വാങ്ങാനും ട്രാവൽ ചെയ്യാനൊക്കെ ഈ സ്റ്റോപ്പില്ലാത്ത വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സോ ഐ ഷാൽ ബി മച്ച് ഒബ്ലൈഗ്ഡ് ഇഫ് യു കുഡ് കൺസിഡർ our play and reinstate to the train stop at Rameshwaram station. This would significantly benefit our town and strengthen the bond between the people and railway. Thank you. Was faithfully signed APJ Abdul Kalam. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് ബോഡി ഓഫ് ദ ലെറ്റർ. ദിസ് ലെറ്റർ ഈസ് ഫോർമൽ ആൻഡ് ഇറ്റ് ഹാസ് എ ഫോർമാറ്റ്. ഇപ്പോൾ ഇതൊരു ഫോർമൽ ലെറ്റർ ആണ്. എ ഫോർമൽ ലെറ്റർ ഫോളോസ് എ ക്ലിയർ സ്ട്രക്ചർ ആൻഡ് സ്റ്റൈൽ. ഇറ്റ് ഇസ് സ്പെഷ്യലി യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഇതിന് പറയുന്നത് നമ്മൾ ഫോർമൽ ലെറ്റർ ആണ്, ഇത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ദ റോഡ് ടു മിസോറി വാസ് ബ്ലോക്ക്ഡ് ഡ്യൂ ടു ദ ലാൻഡ് സ്ലൈഡ് ആൻഡ് പാസഞ്ചേഴ്സ് ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് ഹാർഡ്ഷിപ്പ്. One of the passengers decided to write a letter to the Road Transport Authority requesting them to clear the road. Attempt the likely letter. അപ്പോൾ നമ്മളോട് ലെറ്റർ എഴുതാൻ പറയുന്നതാണ്, മുസോറിയിൽ റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവിടുത്തെ പാസഞ്ചേഴ്സ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് കത്തെഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ നെയിം എഴുതണം, അഡ്രസ്സ് എഴുതണം, ഫോൺ നമ്പർ എഴുതണം, ഡേറ്റ് എഴുതണം. പിന്നെ നമ്മൾ ആർക്കാണോ അയക്കുന്നത് ആ ആളാണ് ദ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, അതിൻ്റെ അഡ്രസ്സ് എഴുതണം. പിന്നെ നമ്മൾ എഴുതേണ്ട സബ്ജക്റ്റാണ് റിക്വസ്റ്റ് ടു ക്ലിയർ ദ റോഡ് ടു മുസോറി. ഡിയർ സർ ഓർ മാഡം,
I am writing to bring your attention the distressing situation caused by the recent landslide on the road to Missouri. The road blockage has resulted in significant hardship for passengers. അപ്പോൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് പാസഞ്ചേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ് ഹു ട്രാവൽ ടു ആൻഡ് ഫ്രം മിസറി റെഗുലർലി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസറിലേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനും. ദ റോഡ് ടു മിസറി ഈസ് എ വൈറ്റൽ ട്രാൻസ്പോർട്ടേഷൻ ആർട്ടറി ആൻഡ് ഇറ്റ്സ് ക്ലോഷർ ഹാസ് ഡിസ്ട്രപ്റ്റഡ് ദ ലൈഫ്സ് ഓഫ് മെനി പീപ്പിൾ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ വേ ആണ്. ഇത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. ഐ റിക്വസ്റ്റ് യു ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ടു ക്ലിയർ ദ റോഡ് ആൻഡ് എൻഷുർ സേഫ് പാസേജ് സ്റ്റെപ്സ് to restore the road to normal condition. I would appreciate if you could look at this matter urgently and take necessary steps to restore the road to normal condition. ഇപ്പോൾ പറയാണ്, നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി അർജൻറ്റായിട്ട് റോഡ് ക്ലിയർ ചെയ്യുന്ന ഞങ്ങൾ വളരെയധികം ഐ വുഡ് അപ്രീഷിയേറ്റ് ഇറ്റ് എന്ന് പറയാണ്. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ടു ദിസ് മാറ്റർ. യുവർ സിൻസിയർലി യുവനെ. ഇത്രയാണ് നമ്മൾ ഒഫീഷ്യൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എക്സാമിനൊക്കെ നമുക്ക് കാര്യങ്ങൾ എന്താ പറയുക, ബോഡി ഓഫ് ദ ലെറ്റർ അത്ര നമുക്ക് കിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കുറച്ചൊക്കെ ലഭിക്കും. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി 2 ആണല്ലേ. ആക്ടിവിറ്റി 2, ഷംസുദ്ദീൻ ഓഫേഴ്സ് യങ് കലാം ദ ജോബ് ഓഫ് കളക്ടിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ന്യൂസ് പേപ്പർ ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ. ഈ റെഡ്ലി അഗ്രീസ് ടു ദിസ്, റൈറ്റ് എ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഷംസുദ്ദീന് ഓഫർ ചെയ്യാണ് കലാമിന് ഇങ്ങനെ ഒരു ജോലി ഉണ്ടെന്ന്. അപ്പോൾ അതൊന്ന് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഷംസുദ്ദീൻ, കലാം, ഐ നീഡ് സമൺ ടു കളക്ട് ന്യൂസ് പേപ്പർ ഫ്രം ദ ട്രെയിൻ ആൻഡ് ടു ഡെലിവർ ദം. വിൽ യു ഡു ഇറ്റ്? കലാമേ, എനിക്കൊരാൾ വേണം ന്യൂസ് പേപ്പർ ട്രെയിനിൽ നിന്ന് കളക്ട് ചെയ്യാനും അതേപോലെ അത് പിന്നെ ഡെലിവറി ചെയ്യാനൊക്കെ എനിക്കൊരാൾ വേണം. എനിക്ക് പറ്റുമോ? കലാം, യെസ്, ഐ വിൽ ഡു ഇറ്റ്. വൺ ടൈം ഡസ് ദ ട്രെയിൻ അറൈവ്? ഞാൻ ചെയ്യാമല്ലോ. ഏത് സമയത്താണ് ട്രെയിൻ വരുന്നത്? ഷംസുദ്ദീൻ, ദ ട്രെയിൻ അറൈവ്സ് ഏർലി മോർണിംഗ്. യു വിൽ നീഡ് ടു ബി അറ്റ് ദ സ്റ്റേഷൻ ബിഫോർ ദാറ്റ്. നന്ന രാവിലെ വരും, നീ അതിൻ്റെ മുന്നേ സ്റ്റേഷനിലെത്തണം. കലാം, ഓക്കെ, ഐ വിൽ മേക്ക് യു ഷുവർ ടു ബി ദർ. ഹൗ വിൽ ഐ റെക്കഗ്നൈസ് ദ പേപ്പർ? ഞാൻ തീർച്ചയായും വരും. എങ്ങനെ ഞാൻ ഈ പേപ്പേഴ്സൊക്കെ തിരിച്ചറിയാം? ഷംസുദ്ദീൻ, ദ പേപ്പേഴ്സ് വിൽ ബി ബണ്ടിൽഡ് ആൻഡ് ത്രോൺ ഫ്രം ദ ട്രെയിൻ. പേപ്പർ എന്ന് പറയുന്നത് ബണ്ടിലാക്കിയിട്ടാണ്, ഒരു കെട്ടാണ് ഉണ്ടാവുക. അത് ട്രെയിനിൽ നിന്ന് എറിയാണ് ചെയ്യുക. ജസ്റ്റ് കളക്ട് ദ ബണ്ടിൽസ് ആൻഡ് ഡെലിവർ ദം ടു അവർ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുക. കലാം, ഗോട്ട് ഇറ്റ്, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഞാൻ തീർച്ചയായും ചെയ്യും. എന്തായാലും ഈ ഒരു അവസരം തന്നതിന് താങ്ക്സ്. ഷംസുദ്ദീൻ, യു ആർ വെൽക്കം കലാം. അപ്പോൾ ഒരു സിമ്പിൾ കോൺവെർസേഷനാണ്. ഇനി നമുക്ക് നോക്കാം. അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലെറ്റ് us play with the words. Okay. Shamsuddin had a great affection for me and encouraged me in so many ways that he became guiding light for me. What could be the meaning guiding light in this context? Discuss. What do we call such phrases? അപ്പം ഗൈഡിങ് ലൈറ്റ് എന്നുള്ള ആ ഫ്രേസിന് നമ്മൾ എന്താ പറയുക? ഇഡിയം എന്നാണ് പറയുക. ആൻ ഇഡിയം ഈസ് എ ഫ്രേസ് ഈസ് എൻ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് എ ഫിഗറേറ്റീവ് മീനിങ് ഡിഫറെൻറ്റ് ഫ്രം ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. അപ്പം ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വിളക്ക് എന്നൊക്കെയാണ് നമ്മൾ. അപ്പോൾ വിളക്ക് എന്നുള്ള അർത്ഥമായിട്ട് അതിനൊരു മാച്ചും ഇല്ല. നമുക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗം തുറന്നു തരുന്ന വ്യക്തികളെ പറയുന്ന പേരാണ് ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുന്നത്. Okay. In this case, a guiding light suggested that Shamsuddin was a source of inspiration and guidance for Kalam, helping him navigate through life's challenge. Okay. The B question. Now match the following of idiomatic phrases with their corresponding meaning. You may refer to dictionary. Idioms meanings ആണ് keep an eye out. കീപ്പ് ആൻ ഐ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ളത് എന്താണ്? ടു വാച്ച് കെയർഫുള്ളി ഫോർ സംതിങ് ഓർ സമ്മൺ ടു അപ്പിയർ. അതാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. സ്റ്റേ ഇൻ ടച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റേ കണക്റ്റഡ്. ഓക്കെ. കീപ്പ് വൺസ് വേർഡ് എന്ന് പറഞ്ഞാൽ ടു ഡു വാട്ട് വൺ പ്രോമിസ്ഡ്. ഓക്കെ. ഇനി അടുത്തത്, മനീസ് ഫാദർ ആസ്ക്ഡ് ഗ്രാനി ആൻഡ് മാനി ഡാഷ് വിത്ത് ഹിം ഡ്യൂറിങ് ദെയർ ജേർണി ടു നെയിൻ ആൻഡ് ടു റിട്ടേൺ ദ നെക്സ്റ്റ് ഡേ. When it was time for the arrival, he couldn't help but dash for them. They dash had arrived on time. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഈ ഹിഡിയമിക് ഫ്രേസ് കൊണ്ട് നമ്മളവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയാലോ.
filling the blanks. Manny's father asked Granny and Manny to stay in touch. To stay in touch with him during their journey to return the next day. When it was time for the arrival, he couldn't help to keep an eye out. And then to keep an eye out for them. Okay. They kept their word and arrived on time. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? മാനീസ് ഫാദർ ആസ്ക്ഡ് ഗ്രാനി ആൻഡ് മാനി ടു സ്റ്റേ ഇൻ ടച്ച്. ആദ്യം എഴുതേണ്ടതാണ് ടു സ്റ്റേ ഇൻ ടച്ച്. പിന്നെ രണ്ടാമത്തെ വെൻ ഇറ്റ് വാസ് ടൈം ഫോർ അറവേ ഹീ കുഡിൻറ്റ് ഹെൽപ്പ് ബട്ട് എ കീപ്പ് എൻ ഐ ഔട്ട് ഫോർ ഹിം. അതാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ ദേ കീപ്പ് ദെയർ വേർഡ്. ദേ കീപ്പ് ദെയർ വേർഡ്. വൺസ് വേർഡ് എന്നല്ല, ദേ കീപ്പ് ദെയർ വേർഡ്. അവരുടെ വാക്ക് പാലിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. Activity 2. Read the following sentence. When I was about 8, World War II broke out. Daily life, however, remained fairly unaffected initially, particularly for us in the southern tip of the country. What might be the meaning of the phrasal verb broke out in this context? ഇവിടെ ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക അല്ലേ? ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പുറപ്പെടുക. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ബ്രോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് ഓഫ് ബ്രോക്ക് ഔട്ടിൻ്റെ അർത്ഥമാണ് ചോദിക്കുന്നത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ബ്രോക്ക് ഔട്ട് മീൻസ് ടു ബിഗിൻ സഡൻലി, പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നതിന്, ഓർ ടു എറപ്റ്റ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് വേൾഡ് വാർ സെക്കൻഡ് സ്റ്റാർട്ടഡ് അബ്രപ്റ്റ്ലി ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഉണ്ടാകുന്നതിനാണ് ബ്രോക്ക് ഔട്ട് എന്ന് പറയുന്നത്. The phrase broke out is often used to describe the sudden onset of conflicts, wars or other significant events. പെട്ടെന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും പൊട്ടിപ്പുറപ്പെടുന്ന സംഭവം അതിനെയാണ് ബ്രോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ഇറ്റ് ഹൈലൈറ്റ്സ് ദ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഡ്രമാറ്റിക് സ്റ്റാർട്ട് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്കൻഡ് വേൾഡ് വാർ പെട്ടെന്ന് തുടങ്ങിയതിനെ കുറിച്ചാണ് ബ്രോക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നൗ ട്രൈ ടു യൂസ് ദ ഫ്രേസൽ വെർബ്സ് ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ ആൻഡ് കംപ്ലീറ്റ് യം കലാംസ് ഡയറി വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ലുക്ക് ഫോർവേഡ്, ടു ഹാങ് ഇൻ, ക്യാരി ഔട്ട്, പോർ ഓവർ. അപ്പോൾ ഇത് നമ്മൾ ഈ ഡയറിയിൽ എവിടെയെങ്കിലുമൊക്കെ കറക്റ്റ് പ്ലേസിൽ നമ്മൾ ചേർക്കണം. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഡേ ഇൻഡീഡ് ആസ് ഓൾവേസ് ഐ. അത് ആദ്യത്തത് ആസ് ഓൾവേസ് ഐ. ഇനി ഇവിടെ എന്താ കൊടുക്കുക? ഐ ലുക്ക് ഫോർവേഡ് എന്നാണ് ഇവിടെ കൊടുക്കുക. ഐ ലുക്ക് ഫോർവേഡ്. I look forward reaching the railway station as early as possible. I knew that the bundles of newspaper be tossed out of the moving train and I had to catch them. I know it isn't easy for a child of 8 like me, but I will do it. I can't complain. I will have to hang in. I will have to hang in somehow. Hang in somehow. Hang in somehow. ഇനി അടുത്തത്, ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഹെൽപ്പ് മൈ പാരൻസ്. ഐ കാൺ കോൺട്രിബ്യൂട്ട് മച്ച് ബട്ട് ദ ലിറ്റിൽ ദാറ്റ് ഐ ഡു മാറ്റേഴ്സ്. ഐ തിങ്ക് ഐ വിൽ ഹാവ് ടു ക്യാരി ഓൺ. ഐ വിൽ ഹാവ് ടു ക്യാരി ഓൺ. That I will have to carry on and play my part. Moreover, after distributing all the newspaper, just to pour over the news in a great fun and a means of acquiring knowledge. Oh God, let me always have the strength to help my parents. Okay, അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ലുക്ക് ഫോർവേഡ് ടു. ഫസ്റ്റ് ലുക്ക് ഫോർവേഡ് ടു ആണ് എഴുതേണ്ടത്. പിന്നെ സെക്കൻഡ് വന്നത് ഏതാണ്? ഹാങ്ങിൻ ആണ്. ഓക്കെ, തേർഡ് വണ് ടു ക്യാരി ഓൺ ആണ്. ഫോർത്ത് വൺ പോർ ഓവർ. ഓക്കെ, ഇനി അടുത്തത് let us analyze activity 1. Read the following passage. In the course of their journey, Granny and Manny witnessed a landslide. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്ററിൽ പഠിച്ചല്ലോ, മാനിയും ഗ്രാനിയും ഒരു ലാൻഡ് സ്ലൈഡിന് സാക്ഷിയായി. ദിസ് കോസ്റ്റ് ദം സം ഡിസ്കംഫർട്ട് ആൻഡ് ഇൻകൺവീനിയൻസ്. അപ്പോൾ അവർക്കൊരു ഡിസ്കംഫർട്ടും ഒരു എന്താണ് ഇൻകൺവീനിയൻസ് ഒക്കെ ഉണ്ടായി. അവർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മേ സംടൈംസ് ബി ദ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഡോണ്ട് യു അഗ്രി? ഇഫ് വി കെയർ ഫോർ നേച്ചർ, നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്റ്റ് അസ്.
Granny's eyesight was growing steadily weaker. She couldn't see anything properly. Manny thought it if she got new glasses she could see properly. അപ്പോൾ ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഇഫ് വി കെയർ ഫോർ നേച്ചർ നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്റ്റ് അസ്. നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ പ്രകൃതി തിരിച്ചും നമ്മളെ സ്നേഹിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനാണ് ഇഫ് വി കെയർ ഫോർ നേച്ചർ, നമ്മൾ പ്രകൃതിയെ നോക്കിയാൽ നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്റ്റ് അസ്. അപ്പോൾ അതിൻ്റെ ഫലം എന്താണ്, നമ്മൾ പിന്നെ ഒരു കണ്ടീഷൻ വെക്കണം, നമ്മൾ നേച്ചറിനെ നോക്കിയാൽ നേച്ചർ എന്താണ് നമ്മളെയും പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ. ഇനി അടുത്ത നോക്കൂ, രണ്ട് സെൻറ്റൻസ് ഉണ്ട്. ഇഫ് ഷീ ഗോട്ട് ന്യൂ, രണ്ട് പാർട്ടുണ്ട് ഈ സെൻറ്റൻസിനല്ല. ഇഫ് ഷീ ഗോട്ട് ന്യൂ ക്ലാസ്സസ്, പുതിയ ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ എന്തായിരുന്നു, ഷീ കുഡ് സീ പ്രോപ്പർലി, നല്ലവണ്ണം കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നോക്കാം. വി റൈറ്റ് ദ ഹൈലൈറ്റ് സെൻറ്റൻസ് ഓഫ് ദ പാസേജസ് എബോവ് ഇൻ ദ സ്പേസ് ഗിവൺ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ എഴുതേണ്ടത്, നമ്മൾ ഇഫ് വി കെയർ ഫോർ നേച്ചർ നേച്ചർ വിൽ ഷുവർലി, ഈ ഒരു സെൻറ്റൻസും ഈ ഒരു സെൻറ്റൻസും ഇവിടെ എഴുതാം. ഇഫ് വി കെയർ ഫോർ നേച്ചർ നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്റ്റ് അസ്. ഇഫ് ഷീ ഗോട്ട് ന്യൂ ക്ലാസ്സസ് ഷീ കുഡ് സീ പ്രോപ്പർലി. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. വൺ പാർട്ട് ഓഫ് ദ ഗിവൺ സെൻറ്റൻസസ് എക്സ്പ്രസ്സസ് എ കണ്ടീഷൻ ആൻഡ് അതർ ഹിറ്റ്സ് കോൺസിക്വൻസ്. അപ്പോൾ രണ്ട് പാർട്ടുണ്ട്, ഇതിൽ ഒന്ന് കണ്ടീഷനും ആണ് ഒന്ന് കോൺസിക്വൻസും ആണ്. നോട്ട് ദ കണ്ടീഷൻ ആൻഡ് ദ കോൺസിക്വൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ. കണ്ടീഷൻ, ഇവിടെ കണ്ടീഷൻ എന്താണ്, നമുക്ക് എന്ത് എഴുതാം, ഇഫ് വി കെയർ ഫോർ നേച്ചർ വി ഷുവർലി പ്രൊട്ടക്റ്റ്. അപ്പോൾ ഇഫ് വി, ഇവിടെ കണ്ടീഷൻ എന്താണ്, ഇഫ് വി കെയർ ഫോർ നേച്ചർ, കോൺസിക്വൻസ് എന്താണ്, നേച്ചർ വിൽ ഷുവർലി പ്രൊട്ടക്റ്റ് അസ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഇഫ് ഷീ ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസ്സസ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഷീ കുഡ് സീ പ്രോപ്പർലി. അപ്പോൾ എന്താ ഇവിടെ എഴുതേണ്ടത്, ഷീ കുഡ് സീ പ്രോപ്പർലി. ഓക്കെ, വളരെ സെൻറ്റൻസ് വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്കസ് ദ ഡിഫറൻസ് ഇൻ മീനിങ് ബിറ്റ്വീൻ ടു സെൻറ്റൻസ്. ഈ രണ്ട് സെൻറ്റൻസും തമ്മിലുള്ള എന്താണ് മീനിങ് പറയാനാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഫസ്റ്റ് സെൻറ്റൻസ് റെഫേഴ്സ് ടു റിയൽ ആൻഡ് പോസിബിൾ ഫ്യൂച്ചർ സിറ്റുവേഷൻ. ഈ ഫസ്റ്റ് സെൻറ്റൻസ് എന്നുള്ള റിയലാണ്, നമ്മൾ നേച്ചറിനെ സംരക്ഷിച്ചാൽ നേച്ചർ നമ്മളെ. രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മിത്താണ്, അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അത് ഇതിപ്പോൾ സിറ്റുവേഷൻ ഇല്ല, ഇപ്പം പുതിയ ക്ലാസ് ഒന്നും ഇല്ല, അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ പോസിബിൾ ഓർ പ്രോബബിൾ സിറ്റുവേഷൻ, ഇംപോസിബിൾ ഓർ അൺറിയൽ സിറ്റുവേഷൻ എഴുതാനുണ്ട്. അപ്പം പോസിബിളിൽ നമുക്ക് എന്ത് എഴുതാം, ഇഫ് ഇറ്റ് റൈൻസ് ഐ വിൽ ടേക്ക് എൻ അംബ്രല്ല. മഴ പെയ്യാന്ന് വെച്ചാൽ ഞാനൊരു കുട എടുക്കും. അപ്പോൾ നമ്മളവിടെ സിറ്റുവേഷൻ എന്താണ്, നമ്മളൊരു റെയിനിങ് ഡേനെ പ്ലാൻ ചെയ്യാണ്. രണ്ടാമത്തെ നമുക്ക് ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ ഹൗസ്. ഒരു ഡ്രീമിംഗ് ആണ്, നമുക്കിവിടെ ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല, അടിക്കണം. ഇഫ് ഐ വൺ ലോട്ടറി ഐ വുഡ് ബൈ എ ഹൗസ്. ഓക്കെ, കണ്ടീഷണൽ വിച്ച് എക്സ്പ്രസ്, അപ്പോൾ അതാണ് ഇവിടെ രണ്ടിൽ എഴുതേണ്ടത്. ഫസ്റ്റ് വണ്ണിൽ ഇത് എഴുതാം, സെക്കൻഡ് വണ്ണിൽ ഇത് എഴുതാം. ഇനി അടുത്തത് എന്താണ്, ഐഡൻറ്റിഫൈ ദ വേർബ്സ് ഇൻ ദ സെൻറ്റൻസ് ഗിവൺ എബോ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പം ടൈപ്പ് 1 കെയർ. കെയറിനെ നമുക്ക് എന്താക്കി എഴുതാം, കെയർ എന്നുള്ളത് വിൽ പ്രൊട്ടക്റ്റ്. എന്താ എഴുതാം, വിൽ പ്രൊട്ടക്റ്റ്. ഇനി ടൈപ്പ് 2, ഇവിടെ കുഡ് സീ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ, കുഡ് സീ എന്നാണ് തന്നിരിക്കുന്നത്. ഇഫ് ഐ ഗോട്ട് ഐ കുഡ് സീ. അപ്പോൾ നമുക്ക് ടൈപ്പ് 1 ക്ലോസും ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ഇഫ് ക്ലോസ് കണ്ടീഷൻ മെയിൻ ക്ലോസ്. ടൈപ്പ് 1 എന്നുള്ളതിന് ഇഫ് ഐ കെയർ വിൽ പ്രൊട്ടക്റ്റ്. രണ്ടാമത്തേൽ എന്താണ്, കുഡ് സീ പാസ്റ്റ് സിമ്പിളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ്, ടൈപ്പ് 1 കെയർ ആണ്, പ്രസൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേൽ എന്താണ്, പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഫുഡ് കണ്ടീഷണലാണ്. ഇനി ഇവിടെ പ്രസൻറ്റ് സിമ്പിൾ പ്ലസ് ഫ്യൂച്ചർ സിമ്പിൾ. അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ടൈപ്പ് 1 പ്രസൻറ്റ് സിമ്പിൾ പ്രസൻസ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഫ്യൂച്ചറാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ പാസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇവിടെ കണ്ടീഷണലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്ന ടൈപ്പ് 1 പ്രസൻറ്റ് ഫോം, ടൈപ്പ് 2 പാസ്റ്റ് ഫോമാണ്,
ഇതിൽ മൊഡാൽ ഓക്സിലറി എന്ന് പറയുന്ന കാൻ, വിൽ, മേ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ എപ്പോഴും എന്തായിരിക്കും? വുഡ്, കുഡ്, മൈറ്റ് അതായിരിക്കും. അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇഫ് ക്ലോസസിൽ നോക്കൂ. ഇഫ് യു സ്റ്റഡി ഹാർഡ്, നിങ്ങൾ നല്ലവണ്ണം പഠിച്ചാൽ എന്താണ്? യു വിൽ പാസ് എക്സാം. നിങ്ങൾ നല്ലവണ്ണം പഠിച്ചാൽ എന്തായിരിക്കും? നിങ്ങൾ പാസ്സാവും. ഇഫ് ഇറ്റ് റെയിൻസ് ടുമാറോ, നാളെ മഴ പെയ്യാന്ന് വെച്ചാൽ വി വിൽ ക്യാൻസൽ ദ പിക്നിക്, നമ്മൾ പിക്നിക്ക് ക്യാൻസലാക്കും. ഇഫ് ഐ ഹാഡ് മോർ മണി, എനിക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ഐ വുഡ് ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക്, ഞാൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇഫ് ഐ വെർ യു ഐ വുഡ് ടേക്ക് ദാറ്റ് ജോബ് ഓഫർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അവിടെ എഴുതാം. അപ്പോൾ പാറ്റേൺ 1ലും പാറ്റേൺ 2നുള്ള എക്സാമ്പിൾസൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റി 2 ആണ്. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം എ സ്റ്റോറി. ഹി കോൾഡ് ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി? വാട്ട്സ് 10 miles സെഡ് ഗ്രാനി. നൗ റൈറ്റ് ദ ഹൈലൈറ്റ് പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഈ ഹൈലൈറ്റ് പാർട്ട് ഏതാണ്? ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, അത് ഇവിടെ എഴുതാം. വാട്ട് ഈസ് 10 miles, അത് ഇവിടെ എഴുതാം. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ഇൻ ദ എബോവ് സെൻറ്റൻസ്? ഇവിടെ എന്താ സെൻറ്റൻസിൽ വ്യത്യാസമുള്ളതെന്ന്? ദ ഫസ്റ്റ് സെൻറ്റൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിഗിൻസ് വിത്ത് ക്യാൻ. ഫസ്റ്റ് സെൻറ്റൻസ് ക്യാൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ബിഗിൻ ചെയ്യുന്നത് വാട്ട് വെച്ചിട്ടാണ്, അല്ലേ? ആദ്യത്തെ ക്യാൻ യു സീ ഓൾ റൈറ്റ് ആണ്. രണ്ടാമത്തെ വാട്ട്സ് 10 miles. അപ്പോൾ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ് ആൻഡ് ക്യാൻ ഈസ് എ ഓക്സിലറി വെർബ്. ഇവിടെ വാട്ട് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്, ക്യാൻ എന്ന് പറയുന്നത് ഒരു ഓക്സിലറി വെർബാണ്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഷംസുദ്ദീൻ ആൻഡ് കലാം ആൻഡ് ലിസ്റ്റ് ദ സെൻറ്റൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻസ് വേർഡ്സ് ആൻഡ് ദോസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ വേർഡ്സ് വെച്ചിട്ടും ഓക്സിലറിയും വെച്ചിട്ട് ഏതൊക്കെ തുടങ്ങുന്നതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, but would you like to join the team? Would you like to join the team? അവിടെ സെൻറ്റൻസ് ബിഗിനിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ്. വുഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിലറി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. വുഡ് എന്ന് പറയുന്നത് ഓക്സിലറി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. യെസ് ഓഫ് കോഴ്സ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു. ഇവിടെ വാട്ട് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വാട്ട് ക്വസ്റ്റ്യൻ വേർഡ്സിൽ എഴുതാം. ഓക്കെ, യു വിൽ ഹാവ് ടു കളക്ട് ന്യൂസ് പേപ്പർ ഫ്രം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം ടു റീഡ്. ഷുഡ് ഐ കളക്ട്. ഷുഡ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി ആണ്. അപ്പോൾ ഷുഡ് ഇവിടെ എഴുതാം. ഷുഡ്, വുഡ്, ഗുഡൊക്കെ ഓക്സിലറി ആണ്. ഓഫ് കോഴ്സ്. പിന്നെ വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, അത് ഇവിടെ എഴുതാം. അപ്പം വാട്ടും വെന്നും ആണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വന്നത്, ക്വസ്റ്റ്യൻ വേർഡ്സിൽ വെച്ച് തുടങ്ങുന്നത്. വുഡും ഷുഡും ആണ് ഓക്സിലറായിട്ട് വന്നത്. നൗ ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആർ WH ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയുള്ളതിന് എന്താ പറയുക? WH ക്വസ്റ്റ്യൻസ് ആണ്. മറ്റേത് നമ്മൾ പറയുക യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്നതിന് നമ്മൾ എന്ത് പറയും? യെസ് ഓർ നോ വരുന്ന ക്വസ്റ്റ്യൻസിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മൾ പറയാം. ഇവിടെ ക്വസ്റ്റ്യൻസും റെസ്പോൺസും. Now pick the questions and their corresponding responses from the above conversation and write them in the following table. Okay. Now pick the questions and their corresponding responses from the above conversation and write them in the following table. Questionsum എഴുതണം, അതിൻ്റെ റെസ്പോൺസും എഴുതണം. ഓക്കെ, അപ്പം സെൻറ്റൻസ് എങ്ങനെ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, അതാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഇനി ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന വുഡ് യു ലൈക്ക് ടു ജോയിൻ ഇൻ ടീം, ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസും റെസ്പോൺസും ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പം വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം നോക്കുമ്പം നമ്മൾ റെസ്പോൺസ് എന്താ പറയുക? നിങ്ങൾ ഈ ടീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് റെസ്പോൺസ് എന്ത് കൊടുക്കാം? യെസ് ഓഫ് കോഴ്സ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ എന്തോ അറിയാം? യു വിൽ ഹാവ് ന്യൂസ് പേപ്പേഴ്സ് ടു കളക്ട് ന്യൂസ് പേപ്പേഴ്സ് ഫ്രം ദ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ടു റീഡേഴ്സ്. പിന്നെ അടുത്ത ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഓഫ് കോഴ്സ് ഇത് റെസ്പോൺസായിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ആ കോൺവെർസേഷനുള്ള ക്വസ്റ്റ്യൻസും റെസ്പോൺസും ആണ്. അപ്പോൾ വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടീം എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് എന്താണ്? യെസ് ഓഫ് കോഴ്സ്. ഓക്കെ, ഷുഡ് ഐ കളക്ട് ദം ഫ്രം രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ? ഓഫ് കോഴ്സ്. ഓക്കെ, വെൻ ഷുഡ് ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബൈ 5 in the morning.
ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ് എലിസിറ്റ് എ ഫാക്ച്വൽ റെസ്പോൺസ് ഓർ ഇൻഫോർമേഷൻ വേറസ് ദോസ് ബിഗിനിങ് വിത്ത് ഓക്സിലറി വെർബ്സ് ഗെറ്റ് യെസ് ഓർ നോ. അപ്പോൾ WH വാട്ട്, വെന്ന് ഇത് വെച്ച് തുടങ്ങുന്നത് ഒരു ഫാക്ച്വൽ റെസ്പോൺസ് ആണ് കിട്ടുക. അതേസമയം ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന വില്ല്, കുഡ് യു, പ്ലീസ്, അതിന് ആൻസർ ആയിട്ട് കിട്ടുക യെസ് ആണ്. അതാണ് നമ്മളിവിടെ വുഡ് യു എന്ന് പറയുമ്പോൾ യെസ് ഓഫ് കോഴ്സ്, ഷുഡ് ഐ എന്ന് പറയുമ്പോൾ യെസ് ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ നോ ഓഫ് യെസ് ഓഫ് കോഴ്സ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റെസ്പോൺസിൽ യെസ് ഓർ നോ ആയിരിക്കും. ഓക്കെ. ഇനി കലാം വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ, വേർ ഡിഡ് കലാം ഗോ? അപ്പോൾ എവിടെയാണ് കലാം പോയത്? അപ്പോൾ ഒരു കറക്റ്റ് ആൻസർ അതിന് കിട്ടും. കലാം വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ വേർ ഡിഡ് കലാം ഗോ? ന്യൂസ് പേപ്പർ ബണ്ടിൽസ് വെർ ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അതിൻ്റെ ആൻസർ നമുക്ക് എന്താ? വേർ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ഫ്ലങ് ഔട്ട് ഇൻ ടു, എവിടേക്കാണ് പിന്നെ എറിഞ്ഞത്? ഓക്കെ. ഗ്രാനി ആൻഡ് മാനി വർ ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഹൗ വെർ ഗ്രാനി ആൻഡ് മാനി റിലേറ്റഡ് ടു ഈച്ച് അതർ. ഈ മാനി ആൻഡ് ഗ്രാനി റീച്ച് ദ ഹോസ്പിറ്റൽ ഇൻ ദ മോർണിംഗ്. അത് നമുക്ക് എന്ത് തിരിച്ചു വയ്ക്കാം? വെൻ ഡിഡ് മാനി ആൻഡ് ഗ്രാനി റീച്ച് ദ ഹോസ്പിറ്റൽ. നെക്സ്റ്റ്, ഗ്രാനി കുഡിൻ സീ ക്ലിയർലി ബിക്കോസ് ഹെർ ഐസ് വെർ വെരി വീക്ക്. ഗ്രാനി, അപ്പോൾ വൈ കുഡിൻ ഗ്രാനി സീ ക്ലിയർലി? ഇതൊക്കെ എന്താണ്? WH ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനൊക്കെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഓക്കെ. നൗ ഫ്രെയിം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഇറ്റ് വാസ് എ റെയിനി ഡേ. ഒരു മഴയുള്ള ദിവസമാണ്. വാസ് ഇറ്റ് എ റെയിനി ഡേ? അപ്പോൾ നമ്മൾ അതൊന്നൊരു മഴയുള്ള ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? യെസ്, ഇറ്റ് വാസ് എ റെയിനി ഡേ. ഇനി അങ്ങനെ നമ്മളോട് ദർ ഈസ് എ കോർഡിയൽ റിലേഷൻ ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് മാനി. അപ്പോൾ നമ്മൾ അതിനെന്ത് എഴുതും? ഈസ് ദർ എ കോർഡിയൽ റിലേഷൻ ബിറ്റ്വീൻ ഗ്രാനി ആൻഡ് നാനി. ഇവിടെ എളുപ്പമാണ്. ഈ ഈസ് ഇട്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ മതി. ഈസ് ദർ, ഈ ടി എന്തായിരിക്കണം? അപ്പോൾ സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇനി ദേ വർ ഓൺ ദ ബസ് അഗെയിൻ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വേർ ദേ ഓൺ ദ ബസ് അഗെയിൻ. ഓക്കെ. കലാം വാണ്ടഡ് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി. ഇവിടെ വാണ്ടഡ് എന്ന് പറയുമ്പോൾ ഡിഡ് വാണ്ടാണ്. വാണ്ടഡ് എന്ന് പറയുന്നത് ഡിഡ് വാണ്ടാണ്. അപ്പം വാണ്ടഡ്, ഓക്കെ. ഡിഡ് വാണ്ട് എന്ന് പറഞ്ഞാണ് വാണ്ടഡ്. അപ്പോൾ ഡിഡ് കലാം വാണ്ട് ടു ഹെൽപ്പ് ഹിസ് ഫാമിലി? ഓക്കെ. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി എലോങ് വിത്ത് ഗ്രാനി. You wouldn't be able to walk all the way to 9, would you, Granny? Why does the speaker use would you? എന്തുകൊണ്ടാണ് would you ഉപയോഗിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. A short question added to the end of statement seeking confirmation is called tag question. Would you നോക്കുന്നത് അതിന് yes or no questions ആണ് അതിന് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഓക്കെ. കലാം വാസ് റെസ്പോൺസിബിൾ ആൻഡ് വാസിൻറ്റ് ഹി? അല്ലേ? അങ്ങനെയല്ലേ? കലാം ഒരു റെസ്പോൺസിബിൾ കുട്ടിയാണ്. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ നമ്മളെന്ത് പറയും? യെസ്, ഹി വാസ്. ഓക്കെ. മാനി കുഡിൻറ്റ് വാക്ക് ആസ് ഫാസ്റ്റ് ആസ് ഹിസ് ഗ്രാനി. കുഡ് ഹി? അവന് കഴിയോ? അപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ആൻ അഫർമേറ്റീവ് സെൻറ്റൻസ് ടേക്സ് എ നെഗറ്റീവ് ടാഗ് ആൻഡ് നെഗറ്റീവ് ടേക്സ് എ പോസിറ്റീവ് ടാഗ്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതെന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. കലാം വാസ് എ റെസ്പോൺസിബിൾ ചൈൽഡ്. അവിടെ നമ്മുടെ ടാഗ് വന്നെങ്ങനെയാണ്? നെഗറ്റീവാണ്. വാസിൻ്റെ ആണ് അല്ലേ? നേരെ നെഗറ്റീവാണ് വന്നത്. ഇവിടെ നോക്കും മാനി കുഡിൻറ്റ്. ഇവിടെ ഒരു നെഗറ്റീവാണ്. നോട്ട് വന്നാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? കുഡിൻറ്റ് വാക്കുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് വന്നത് എന്താണ്? ഒരു പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വാങ്ങിച്ചാൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് വാങ്ങിച്ചാൽ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അതാണ് നിങ്ങൾ ടാഗിൽ ശ്രദ്ധിക്കേണ്ടത്. കലാം വാസ് എ റെസ്പോൺസ്, അത് നമ്മൾ പറഞ്ഞു. ഷെയറിങ് ആൻഡ് കെയറിങ് ആർ ദ വാല്യൂസ് വി നീഡ് ടു ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ടാഗ് എങ്ങനെ ചെയ്യും? ടാഗ് ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണുള്ളത്. ഷെയറിങ് ആൻഡ് കെയറിങ് ആർ ദ വാല്യൂസ് വി നീഡ്, അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ആർ എടുത്തിട്ട് ആറിൻ്റെ ഓക്കെ ടാഗായി. ഇനി വി ഷുഡ് ഇവോൾവ് ടു റെസ്പോൺസിബിൾ സിറ്റിസൺസ്. ഇവിടെ പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടാഗിൽ നെഗറ്റീവ് വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? എന്ത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക? നമ്മുടെ ഷുഡ് വെക്കുക. ഷുഡ് ഇൻറ്റു വി. ഓക്കെ. ഈവൻ ആൻഡ് ലിറ്റിൽ മാറ്റേഴ്സ് ഡസിൻറ്റ് ഇറ്റ്? വി കാൺ ലിവ് വിത്തൗട്ട് നേച്ചർ. അപ്പോൾ കാൺ ലിവ് നെഗറ്റീവ് വന്നാൽ അപ്പോൾ നമുക്ക് എളുപ്പമാണ്. ക്യാൻ ബി പോസിറ്റീവാണ്. പീപ്പിൾ വിൽ ഹാവ് ടു പ്ലേ ദിയർ റോൾ ഓൺ ദ സ്റ്റേജ് ഓഫ് ലൈഫ്. വോണ്ട് ദേ? ഓക്കെ. അപ്പോൾ ടാഗ് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. ഇവിടെ പോസിറ്റീവ് വാങ്ങിച്ചാൽ ഇവിടെ നെഗറ്റീവാണ് നമ്മൾ ചേർക്കേണ്ടത്. അതിന് ഈ സെൻറ്റൻസ് നമ്മൾ ശരിയായിട്ട് വായിച്ചേക്കണം. ഷെയറിങ് ആൻഡ് കെയറിങ്
അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ആർ ഇൻ ദേ. അപ്പോൾ ദേ എവിടുന്ന് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ വി ആണല്ലോ ഇവിടെ ഉള്ളത്, അപ്പോൾ നമ്മൾ ആർ ഇൻ ദേ ആണ് നമ്മൾ കൊടുക്കുക. അത് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് മനസ്സിലായി. നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം. Edit the following conversation between Granny and Manny. The errors are the given in bold type. അപ്പോൾ ഇവിടെ കുറച്ച് എറേഴ്സ് ഒക്കെ ഉണ്ട്, അത് ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാനി, വി വിൽ ഹാവ് ടു ഗോ മിസറി ഫോർ യുവർ ഗ്ലാസസ്. നമുക്ക് പിന്നെ കണ്ണടയ്ക്ക് വേണ്ടിയിട്ട് എങ്ങോട്ട് പോകാം, മിസറിയിലേക്ക് പോകാമെന്നല്ല. ഗ്രാൻഡി, ഈസ് ഇറ്റ് ഇറ്റ് വിൽ ടേക്ക് 2 days ടു റീച്ച് ദർ. വാട്ട് വുഡ് ടേക്ക് ഈസ് ഇറ്റ് ആണോ? അല്ല, ഡു വി. നമ്മൾ പോകുന്നുണ്ടോ, അപ്പം നമുക്ക് ഡു വി എന്നാണ് ഇവിടെ ചേർക്കേണ്ടത്. എന്താണ്, ഡു വി എന്നാണ് ഇവിടെ പകരം. പിന്നെ വാട്ട് വുഡ് ടേക്ക് മീ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഹൂ വുഡ്, ആരാണ് എന്നെ കൊണ്ടുപോകുക. ഹൂ വുഡ് ടേക്ക് മീ. ഐ വിൽ ടേക്ക് യു. ആർ യു വോക്ക് ഓൾ ദ വേ ടു 9? അപ്പോൾ അതിനനുസരിച്ച് ആർ യു എന്നല്ല, ക്യാൻ യു, നിങ്ങൾക്ക് നടക്കാൻ കഴിയുമോ എന്നാണ്. അപ്പം ആറിൻ്റെ സ്ഥാനത്ത് എന്താണ് വേണ്ടത്, ക്യാൻ ആണ്. ആറിൻ്റെ സ്ഥാനത്ത് എന്താ വേണ്ടത്, ക്യാൻ ആണ്. ആറിൻ്റെ സ്ഥാനത്ത് എന്താ വേണ്ടത്, ക്യാൻ ആണ്. ക്യാൻ യു. ഓക്കെ, ഇനി അടുത്തത്, യു ആർ റിയലി ഗ്രേറ്റ്. വാസിൻറ്റ് ഐ എന്നല്ല വരിക, ആർ ഇൻറ്റ് യു. ഇവിടെ ആറല്ലേ, ആർ ഇൻറ്റ് യു. അപ്പോൾ എന്താ എഴുതേണ്ടത്, ആർ ഇൻറ്റ് യു. ഇവിടെ എഴുതേണ്ടത് ആർ ഇൻറ്റ് യു. ആർ ഇൻറ്റ് യു എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് മസ്റ്റാണ്. ഐ വുഡ് ഗോ ഈവൻ ടു ദ മൂൺ. ഐ വുഡ് അല്ല വരേണ്ടത്, ഇവിടെ വില്ലാണ് വേണ്ടത്. എന്താണ്, വുഡ് അല്ല, വില്ല്. സോ ലെറ്റ് us ഗെറ്റ് റെഡി. ഷുഡ് വി അല്ല, ഷാൾ വി. ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ്, ഈസിറ്റ് അല്ല എഴുതേണ്ടത്, അവിടുത്തെ ഡു വി ആണ് എഴുതേണ്ടത്. വാട്ട് വുഡ് അല്ല എഴുതേണ്ടത്, എന്താണ്, ഹൂ വുഡ് ടേക്ക് മീ. ആർ യു അല്ല എഴുതേണ്ടത്, ക്യാൻ യു ടോക്ക്. വാസിൻറ്റ് ഐ അല്ല വേണ്ടത്, ആർ ഇൻറ്റ് യു. നെക്സ്റ്റ് ഷുഡ് ഹി അല്ല വേണ്ടത്, ഷാൾ വി. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. Let us converse. Activity. Kalam used to deliver newspaper early in the morning to his customer before going to school. He meets Mr. Kumar, one of his neighbors, while delivering the newspaper. Let us see how they converse. Kalam: hello sir, good morning. Good morning, Abdul. How are you? Kalam: I am doing great, thanks. How are you doing? Kumar: fantastic, thanks for asking. How did they each greet each other? അവരെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്തത് അല്ലേ? ഹലോ സാർ അല്ലേ, ഹലോ സർ എന്ന് ചോദിച്ചിട്ടാണ്, ഹായ് ഹലോ എന്ന് ചോദിച്ചിട്ടാണ് അവർ ഗ്രീറ്റ് ചെയ്തത്. പിന്നെ വി യൂസ് സർട്ടൻ എക്സ്പ്രസ് ടു ഗ്രീറ്റ് പീപ്പിൾ ഓർ ടു റെസ്പോണ്ട് ഗ്രീറ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് ഹായ് ഹലോ എന്നൊക്കെയാണ് നമ്മളൊരാൾ ഗ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്. അപ്പോൾ റെസ്പോൺസ് തിരിച്ചെന്താണ്, നമ്മളൊരാളുടെ ഹായ് പറയുമ്പോൾ തിരിച്ച് ഹായ് എന്ന് പറയും. നമ്മൾ ഗുഡ് മോർണിംഗ് ഒരാളോട് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയും. ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും, ഐ ആം ഫൈൻ, താങ്ക് യു, ഓക്കെ, താങ്ക് യു എന്നൊക്കെ പറയും. പിന്നെ ഇനി 2 കൂടി എഴുതണം. അപ്പോൾ ഒരുപാട് നമുക്ക് ഇതിൽ ആക്ടിവിറ്റീസിൽ ഫുൾ ഗ്രാമറാണ്. ഗ്രാമർ പഠിക്കാനുള്ളതാണ്. ഇഫ് ക്ലോസ് ഉണ്ട്, WH ക്വസ്റ്റ്യൻ, ഓക്സിലറി വെർബ് വെച്ച് കൊടുത്തുന്ന ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് എക്സാമിന് പ്രതീക്ഷിക്കാം. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനോടനുബന്ധിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.